കരയുന്ന ആണാണെങ്കിൽ ഈ സമൂഹം അവൻ ആണായിട്ട് കാണൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് അവന് സമൂഹം കാണുന്നത്. നമ്മളാരും ഞാൻ വീക്കാണ് എന്ന് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. ഓരോ ഇൻഡിവിജ്വൽ അതാണ്. ഞാനോ നിങ്ങളോ ഹാരിസോ ആരോ ആയിക്കോട്ടെ ഞാൻ വീക്കാണ് നമ്മൾ എവിടെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പല ആളുകളും ഉമ്മമാര് കരയണ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആരും ബാപ്പമാര് കരയുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും വാപ്പ കരയണ്ടേ, പക്ഷെ വാപ്പ കരയണ്ടേ, പക്ഷെ വാപ്പാന്റെ പ്രൈവറ്റ് സ്പേസിലായിരിക്കും അത് കരയണ്ടേ. കരയുന്ന ആണുങ്ങളാണ് കുറച്ചും കൂടി വിൽ പവർ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പലതിനെയും പിൽക്കാലത്ത് അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത് അത് സയന്റിഫിക്കലിയും പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ പണ്ട് തൊട്ടേ അമ്മമാരൊക്കെ തന്നെയാണ് ഇത് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നീ എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളങ്ങനെ കിടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡയലോഗ് അവസാനം കേൾക്കുന്നത് ഒരു കോവിഡിന്റെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ നാട്ടിൽ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങി അത് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ അടുത്ത് നിന്നാണ് ഈ ഡയലോഗ് കേൾക്കുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ് സിനിമയിൽ ആ സീൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സീനാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ഡിപ്രസ്ഡ് ആയിട്ട് എടാ എന്റെ കിളി പോയിരിക്കുകയാണ്, നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് കരയാനൊന്നും പറ്റുന്നില്ല, യു ട്രൈ, കരയാൻ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഹി ഈസ് ലിറ്ററലി ക്രൈങ് ഔട്ട്. അയാളുടെ ദേഹത്തേക്ക് വീണിട്ട് കരയാണ്. പിൽക്കാലത്ത് കുറെ പേര് അത് എടുത്ത് ട്രോളൊക്കെ ചെയ്തൊരു സാധനമാണ് സൗബിന്റെ ആ കരച്ചില്. പക്ഷേ ദാറ്റ് ഈസ് ദ ഫാക്ട്. യു ആർ ക്രൈങ് ഔട്ട് ലൈക്ക് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സോറോസ് ഈ നമ്മളെ ഉള്ളിൽ ഒതുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ പബ്ലിക്കലി അത് നമുക്ക് ഒരുപാട് പേര് കാണും അത് പറയാൻ വേണ്ടിയിട്ട്.